നമസ്കാരം, സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നിർബാധം തുടരുന്ന സമുദായ രാഷ്ട്രീയ പരാമർശങ്ങൾ LDFിനുള്ളിൽ തന്നെ ഒടുക്കം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. മുസ്ലിം പേടി സൃഷ്ടിക്കാൻ എ വിജയരാഘവൻ നടത്തുന്നു എന്നാരോപിക്കപ്പെടുന്ന പരാമർശങ്ങൾ വേണമായിരുന്നോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. CPM സെക്രട്ടേറിയറ്റ് തന്നെ പാണക്കാട് പരാമർശം അതിരുകടന്നു പോയെന്ന് വിജയരാഘവനെ ഓർമ്മിപ്പിച്ചു അത്രേ. സത്യത്തിൽ വിജയരാഘവൻ ഒറ്റയ്ക്ക് നടത്തുന്ന പരാമർശങ്ങളാണോ ഇത്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ വിജയരാഘവനെ അദ്ദേഹം സമ്പൂർണ്ണമായും തള്ളിപ്പറഞ്ഞില്ല. എന്തായാലും ലീഗ് വിമർശനം അതേ ശക്തിയിൽ തുടരാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. വിമർശിക്കപ്പെടുന്നത് പോലെ അത് മുസ്ലിം പേടി സൃഷ്ടിച്ച് വോട്ട് തട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ അതെവിടെ ചെന്ന് നിൽക്കും? ഒടുവിൽ ഇതൊക്കെ ആര് കൊയ്യും? ഈ വിഷയത്തിൽ നമ്മൾ ഫസ്റ്റ് ഡിബേറ്റ് തുടങ്ങുന്നു. 5 ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എ വിജയരാഘവൻ്റെ പാണക്കാട് പരാമർശം പാർട്ടി തന്നെയും കൈവിട്ടോ? CPM സംസ്ഥാന സെക്രട്ടറി സൃഷ്ടിക്കുന്ന വിവാദങ്ങളിൽ CPIക്കടക്കമുള്ള ഘടകകക്ഷി നേതൃത്വത്തിന് എതിർപ്പുണ്ടോ? ലീഗ് വിമർശനം തെരഞ്ഞെടുപ്പിൽ CPMന് തുണയാകുമോ? വിജയരാഘവനെ പാർട്ടി തിരുത്തിയോ? ലീഗ് വിമർശനത്തിൻ്റെ മറവിൽ ഇസ്ലാമോഫോബിയ എന്ന ആയുധം ആരാണ് പയറ്റുന്നത്? ആരോപിക്കപ്പെടും പോലെ വിഭജന വിത്തുകൾ ഒടുക്കം BJP തന്നെ കൊയ്തെടുക്കുമോ? നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ, TP അഷ്റഫ് അലി മുസ്ലിം ലീഗിൽ നിന്ന്, KC ഉമേഷ് ബാബു നിരീക്ഷകൻ, ശ്രീ മുഹമ്മദ് ഹനീഫ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഈ പാണക്കാട് പരാമർശം അടക്കമുള്ള മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ച് ആക്രമിച്ച് നേട്ടമുണ്ടാക്കാം എന്ന ചിന്തയിൽ നിന്ന് CPM പിന്നോക്കം പോയോ? അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും, സെൽഫ് ഗോൾ ആകുമെന്ന് പാർട്ടി ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ? നിഷാദെ, ആരെയും ആക്രമിച്ച് കീഴടക്കി ഒരു നേട്ടം കൊയ്യേണ്ട ആവശ്യം ഇപ്പോൾ LDFിന് കേരളത്തിലില്ല, പ്രത്യേകിച്ച് CPMന്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. പിന്നെ അതുകൊണ്ട് ഈ പാണക്കാടിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ലീഗിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ശബരിമല ഇഷ്യൂ കൊണ്ടുവന്നു, ഇതുകൊണ്ടൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് ഈ വർഗീയ വിഷങ്ങൾ പടർത്തുന്ന കാടുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റത്തില്ല. വിജയരാഘവൻ എന്ത് തെറ്റാ പറഞ്ഞത്? വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിനെല്ലാം അറിയാവുന്നില്ലേ? വർഗീയ വേഷധാരികളെ കേരളം വിമർശിക്കുന്നത്, അല്ലെങ്കിൽ CPM വിമർശിക്കുന്നത് ആദ്യമായിട്ടാണോ? അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ പാണക്കാടെയോ അല്ല വിമർശിച്ചിരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ ഇപ്പം വർഗീയ തീവ്ര വർഗീയപരമായിട്ടുള്ള ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വർഗീയ കക്ഷികളെ, സംഘടനകളെയും UDFിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള സമീപനങ്ങളെയാണ് അവിടെ വിജയരാഘവൻ വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പാണക്കാട് പോകുന്നത് ഓക്കെ, പക്ഷേ മതകാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ പുതുമയിരിക്കുന്നത്, അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നില്ലേ, പതിവായിട്ട് ചർച്ച ചെയ്യുന്നില്ലേ? ആ ഒരു വാക്ക് പിടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ മറ്റൊന്നും പ്രയോഗിക്കാനില്ല. സ്വർണ്ണക്കടത്ത് പറയാൻ പറ്റത്തില്ല, സ്വപ്ന പറയാൻ പറ്റത്തില്ല, ശിവശങ്കരനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അതൊക്കെ പറഞ്ഞ അതിന് ജനം പഞ്ചായത്ത് പരാമർശം അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറാവുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ, അതൊക്കെ വേണമോ വേണ്ടയോ എന്നൊക്കെ അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു കളയുകയാണ്. അപ്പോൾ അത് വിജയരാഘവൻ ആ കാര്യത്തിൽ ഒറ്റപ്പെട്ടോ? വിജയരാഘവനൊന്നും CPM ഒറ്റപ്പെടുന്നില്ല. അദ്ദേഹം LDF കൺവീനറും CPMൻ്റെ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ആളാണ്. പാർട്ടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തുമില്ല. CPM എപ്പോഴും വർഗീയ ധ്രുവീകരണത്തിനും നീചമായിട്ടുള്ള ഇത്തരം വർഗീയ വിഷക്കാടുകൾ കേരളത്തിലിറക്കി ഒന്നുമില്ലാത്തപ്പോൾ ഇത്തരം കാർഡുകളുമായിട്ട് വരുന്ന ഇതിനൊക്കെ എതിരെ പണ്ടേ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ നിഷാദിനോടൊന്ന് ചോദിക്കട്ടെ, ഇതെന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ചർച്ച സംഘടിപ്പിക്കാൻ കാരണം? ഇവിടെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയ്ക്ക് ഉള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ വെച്ച് ശബരിമല വിഷയത്തിൽ ഒരു നിയമം പാസ്സാക്കണം, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്നും പറഞ്ഞില്ല. ആ വിഷയം അനാവശ്യമായിട്ട് ഈ ഐശ്വര്യ കേരള യാത്ര എന്ന് പറഞ്ഞുള്ള പേരിനെ പോലും അപമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ വേദിയിൽ പറയും. അത് ഏറ്റുപിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഇന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾ അടുപ്പിച്ച് തൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ ഈ ജാതിക്കാടാണ് പറയുന്നത്. ഇവർക്ക് വേറൊന്നും പറയാനില്ല നിഷാദ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഭാവി പരിപാടികളെ കുറിച്ച് ഇവർക്കൊന്നും സംസാരിക്കാനില്ലേ? എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇന്നലത്തെ ദിവസം ഇവർ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് ഇവർ ആരും സംസാരിച്ചില്ല. ആപ്പാട് ശശി തരൂരും കേന്ദ്ര നേതാക്കന്മാർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പേരിന്ന് രാവിലെ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ചൊന്ന് സ്പർശിച്ചു പോയി. തന്നെയുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സമയം ഇതേ ദിവസം തന്നെ എന്താണ് ചെയ്തത്? അത് കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ടതല്ലേ, അറിഞ്ഞതല്ലേ?
അദ്ദേഹം കുസാറ്റ് എന്ന് പറയുന്ന സർവകലാശാലയിൽ കൊച്ചിയിൽ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹമായിട്ട് അദ്ദേഹം സമ്പാദിക്കുമായിരുന്നു അതേ ദിവസം. നാളത്തെ കേരളം എങ്ങനെ പടുത്തുയർത്തണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണ്, ഭാവി കേരളത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്കെന്താണ്, കുട്ടികളെല്ലാം അവരവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. നാളത്തെ വികസന പ്രവർത്തനങ്ങൾ പദ്ധതികളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ കൂടെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തത്വത്തിൽ മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതിനെല്ലാം അദ്ദേഹം മറുപടി കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പുതിയ തലമുറയായിട്ട് അദ്ദേഹം സംവാദത്തിന് പോകുമ്പോഴാണ് ഇവർ ശബരിമലയും പാണക്കാടൊക്കെ പിടിച്ച് വർഗീയതയായിട്ട് വരുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഡ്ഢിവേഷം കെട്ടുന്നവർ കണക്കിന് അവർക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങുമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. അല്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കൊരു ചർച്ചയ്ക്കിരിക്കാം. ശരി, ഞാൻ പറയാം താങ്കളിലേക്ക്. ശ്രീ കെ സി ഉമേഷ് ബാബു, ഇന്നിപ്പോൾ വരുന്ന ഒരു വാർത്ത CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാണക്കാട് പരാമർശം അടക്കമുള്ള സംഗതികൾ അതിര് കടന്നുപോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തെ തിരുത്തി എന്നാണ്. പാർട്ടി അത് അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ വാർത്ത പുറത്തു വരുന്നുണ്ട്. അതുമാത്രവുമല്ല, CPIM ഇന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്ന നിലയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് അവരുടെ പ്രതിനിധികളെ ആ നിലയ്ക്ക് അയച്ചിട്ടുമില്ല. CPM വിജയരാഘവൻ മാത്രം ഒറ്റയ്ക്ക് അതിര് കടന്നു പോകുന്നു, വിജയരാഘവൻ മാത്രം വാവിട്ട വർത്തമാനം പറയുന്നു. CPIM-ന്റെ നിലപാട് അതല്ല, CPM അദ്ദേഹത്തെ തിരുത്തുന്നു, CPM പക്വമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് വായിച്ചെടുക്കേണ്ട ദിവസമാണോ ഇത്? അതോ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നതൊക്കെയും CPIM ആലോചിപ്പിച്ച് ഉറപ്പിച്ചു പറയുന്നതാണ് എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് ഈ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു അക്രമം തുടങ്ങി വെച്ചത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി. അദ്ദേഹമാണ് കോൺഗ്രസ് ലീഗിന് വഴങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന വിചിത്രമായൊരു പ്രസ്താവനയായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ തുടങ്ങിയത് അദ്ദേഹമാണ്. ഇപ്പോൾ തുടങ്ങിയത് പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ അത് പിന്നീട് അതിനെ ഏതൊക്കെ അറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുമോ ആ അറ്റങ്ങളിലേക്ക് മുഴുവനും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വിജയരാഘവൻ കൊണ്ടുപോകുന്നുണ്ട്. വിജയരാഘവനെ നമുക്കറിയാം, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുക എന്നതിനെക്കുറിച്ച് കുറേ കാലമായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്തും പറയും. ഇപ്പോൾ എന്തും പറയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എന്തും പറയാവുന്ന, പാണക്കാട്ട് പോകുന്നത് തൊട്ടിറങ്ങി അതേക്കുറിച്ച് പറയാവുന്നതെല്ലാം പറഞ്ഞു വെക്കുകയാണ് വിജയരാഘവൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ CPM തിരുത്തി എന്നൊക്കെ ഉള്ളത് എനിക്കറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. ഇത് മിക്കവാറും നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ മുതലുള്ള ഫാസിസ്റ്റ് സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയ തന്ത്രമാണ്. അത് രണ്ട് നാവ് കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരാൾ ഇത് അങ്ങനെയാണ് ഇന്ത്യയിൽ സംഘപരിവാര അധികാരത്തിൽ വരുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു തന്ത്രമാണിത്. ഈ പറയുന്ന LK അദ്വാനി ഒരു ഭാഷയിൽ പറയും, അശോക് സിംഗാളും ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ RSSകാരൊക്കെ വേറൊരു ഭാഷയിൽ സംസാരിക്കും. അത് ഫാസിസ്റ്റുകൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഇരട്ടനാവിൻ്റെ തന്ത്രമാണ്. അത് ജനങ്ങൾക്കകത്ത് എപ്പോഴും ഒരു പിടി നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് ചോർത്തി കൊടുക്കപ്പെടുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ CPM-ന്റെ ഒരു പഴയ സംഘടനാ ക്രമമാണെങ്കിൽ ആളുകളെ തിരുത്തുക. അപ്പോൾ അച്യുതാനന്ദനെയും പിണറായി വിജയനെയും പണ്ട് പരസ്യ പ്രസ്താവനകളുടെ പേരിൽ പരസ്യമായി തിരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ CPM-ന്റെ സംഘടനയിലെ യഥാർത്ഥ ശൈലി അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു തിരുത്ത് പരസ്യമായിട്ട് വരണം. അപ്പോൾ പരസ്യമായിട്ട് വരാത്തിടത്തോളം കാലം ഒരു ഫാസിസ്റ്റ് പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ശരാശരി വളരെ വില കുറഞ്ഞ ഒരു തന്ത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തിരുത്ത് പരസ്യമായി വരാത്തിടത്തോളം കാലം ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചിലത് ഉണ്ടാക്കിയിട്ട് സമൂഹത്തെ വിഭജിച്ച് അധികാരത്തിൽ വീണ്ടും എത്തുക എന്നുള്ള CPM എങ്ങനെയോ അതിൻ്റെ ഉപശാലകളിൽ രൂപം കൊടുത്ത. കാരണം അധികാരത്തിലെത്തുന്നതിന് വേണ്ടി എന്ത് കുറുക്കു വഴിയും സ്വീകരിക്കാം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിലെ ബഹുകക്ഷി ജനാധിപത്യത്തിലെ സർവ്വരാഷ്ട്രീയ കക്ഷികളും സ്വീകരിക്കുന്ന, മിക്കവാറും രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നൊരു സമീപനമാണ്. ഇപ്പോൾ ഡൽഹിയിൽ കർഷക പ്രക്ഷോഭത്തെ എങ്ങനെയാണ് അതിർത്തികളിൽ പോലും ചെയ്യാത്ത തരത്തിൽ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടാക്കി തീർത്തിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. ജനങ്ങൾക്കെതിരെ, സ്വന്തം പൗരന്മാർക്കെതിരായിട്ട് അവർ തമ്പടിച്ചിരിക്കുന്ന, അവർ സമരത്തിന് വേണ്ടി, അതാണ് വീട്ടിൽ പണിയില്ലാത്തതുകൊണ്ടല്ല, ഈ വയലുകളിൽ പണിയില്ലാത്തതുകൊണ്ടല്ല, അവർ സമരത്തിന് വേണ്ടി, പ്രതിഷേധത്തിന് വേണ്ടി തമ്പടിച്ചിരുന്ന സ്ഥലത്തെ മുഴുവൻ ഇങ്ങനെ കോൺക്രീറ്റ് ഉപയോഗിച്ച് മറ്റ് അസംഖ്യം സാമഗ്രികൾ ഉപയോഗിച്ച് ഫോർട്ടിഫൈ ചെയ്യുക എന്നുള്ളത്, അതാണ് ഒരു ഫാസിസ്റ്റ് യുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഫാസിസം പലതരത്തിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പഴയ, അതെന്ന് വെച്ചാൽ അത്രയൊന്നും പഴയതല്ല, നമ്മളിപ്പോഴും പരിചയപ്പെടുന്ന, ഇപ്പോഴും ദൃഢീകരിക്കപ്പെട്ടിട്ടുള്ള
ബഹുകക്ഷി ജനാധിപത്യങ്ങളൊക്കെ വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിത്തീർന്ന ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത് ലിബറലുകൾ രൂപം നൽകിയതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷമാണ് ബഹുകക്ഷി ജനാധിപത്യത്തിന് ലോകത്തൊരാക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്കൾ അക്കാര്യത്തിൽ നിരീക്ഷിക്കുന്നത് വിജയരാഘവൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ ഔദ്യോഗിക സ്വഭാവത്തിൽ തിരുത്താൻ CPIM ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തിരുത്തിയാൽ CPIM ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. പക്ഷേ ചില കോണുകളിൽ ഉണ്ടാകാനിടയുള്ള ബാക്ക് ഫെയർ ഒഴിവാക്കാൻ അങ്ങനെ ഒരു തിരുത്തൽ അകത്ത് നടത്തിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത ചമച്ചുണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുക എന്ന ഒരു പ്ലാനിങ്, അതാണ് CPM നടത്തിയത്. അതിനപ്പുറത്തേക്ക് അതിനെ ഗൗരവത്തിലെടുക്കാൻ കഴിയില്ല എന്നാണോ? തീർച്ചയായിട്ടും അതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ഭാഗത്ത് ഈ സംഘപരിവാരം എങ്ങനെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള പ്രക്ഷോഭകാരികളെ നേരിടുന്നത് എങ്ങനെയാണ് എന്നത് വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ എപ്പോഴും ഉപശാലകൾ രൂപപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് വെച്ചാൽ ജയിക്കുക എന്നതല്ലാത്ത ഒന്നും ഇപ്പോൾ അതാണ് സംഘപരിവാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റും കർഷകരോട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ജയിക്കുക എന്നതല്ലാത്ത ഒരു അജണ്ടയും ഇപ്പോഴീ രാഷ്ട്രീയക്കാരുടെ മുമ്പിലില്ല. അത് CPM ആയിരുന്നാലും പിണറായി വിജയനും സംഘമായിരുന്നാലും നരേന്ദ്രമോദിയും സംഘവും സംഘപരിവാരമായിരുന്നാലും അവർക്ക് ജയിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കണം. ഈ ജയിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ഫോർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ദൃശ്യം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആളുകളെല്ലാം സമ്മതിക്കും. കാരണം ആളുകൾക്കെല്ലാം നരേന്ദ്രമോദിയുടെ ഫാസത്തോട് വലിയ വിരോധമുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ CPM ഇതേ തരത്തിലുള്ള ഒരു തന്ത്രമാണ് പുറത്തെടുക്കുന്നത്. ഈ ഫോർട്ടിഫിക്കേഷനല്ല, ഡിവിഷനാണ് ഇവിടുത്തെ തന്ത്രം എന്ന് പറയുന്നത്. ആളുകളെ ഭാഗിക്കുക, അതാണ്. കാരണം 2019 അതാണ് ഇപ്പോൾ ശബരിമല എന്ന് പറഞ്ഞിട്ട് CPM-നുമായിട്ട് ബന്ധമുള്ള ഒരാൾ വളരെ വളരെ വാചാലമായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾ. അത് ശബരിമലയൊക്കെ അധികം എടുത്തു വെക്കുന്നത് വെറുതെ അല്ല. കാരണം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ UDF ജയിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. വാസ്തവത്തിൽ അത് അങ്ങനെയാണ് എന്ന് വിചാരിക്കാൻ ന്യായമേ ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദായം മുഴുവൻ BJP-ക്കാർക്കാണ് കിട്ടേണ്ടത്. ശബരിമലയൊന്നുമല്ല ആ തെരഞ്ഞെടുപ്പ് നിർണായകമായത്. മറ്റനേകം രാഷ്ട്രീയ ഘടകങ്ങൾ അക്കാലത്ത് പ്രത്യക്ഷമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് പൊതുവിലുള്ള ഒരു 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 ചർച്ചയിലെ തീർപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല വെച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-കാർ തൂത്തുവാരിയത്. അപ്പോൾ ഇതുപോലെ സമാന്തരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷ സമുദായത്തോട് സ്വീകരിക്കാവുന്ന ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ നിങ്ങൾക്കെതിരായി വരുന്ന മതതാൽപര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് പരസ്യമായി നിലയുറപ്പിക്കുന്നുണ്ട് എന്ന് സൂചന കൊടുക്കുന്ന തന്ത്രമാണ് ഈ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ ആദ്യം പറയുകയും, കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ലാത്തൊരു അഭിപ്രായമാണ് ലീഗുകാരാണ് ഈ പറയുന്ന UDF-നെ നയിക്കുന്നതെന്ന് ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അപകടകരമായ രാഷ്ട്രീയം അധികാരമെന്ന ഒറ്റ ഉദ്ദേശം വെച്ച് പയറ്റുന്നു എന്നതാണ് വിമർശനാത്മകമായി താങ്കൾ കാണുന്നത്. അതിനകത്തുള്ള ഒരു പോയിന്റ് ഇതാണ്. ശരി, TP അഷ്റഫ് അലി, നിങ്ങളോടുള്ള വിമർശനം എന്നത് നിങ്ങൾ ഈ സമീപകാലത്ത് തീവ്ര കക്ഷികളുമായി ഉണ്ടാക്കുന്ന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വെൽഫെയർ പാർട്ടിയുമായിട്ടും മറ്റ് സംഘടനകളുമായൊക്കെ ബന്ധമുണ്ടാക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പ്രധാന കക്ഷി നിങ്ങളാണ്. അതിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നു. അതിനെയാണ് വർഗീയ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് വഴിപ്പെടുന്നു എന്ന നിലയിൽ വിമർശിക്കുന്നതെന്നാണ് CPM അതിനോട് മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. നിങ്ങൾക്കിപ്പോഴും ഇപ്പോൾ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പങ്കിട്ട് ഭരിക്കുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. അതാണ് ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നതും ഇതുവരെ ഉന്നയിച്ചതുമായ വിമർശനമെന്നാണ് CPM-ന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ CPM-അല്ലേ ആത്മവിമർശനം ആദ്യം നടത്തേണ്ടത്? കാരണം 1992 ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിൽ മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് രൂപാന്തരപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ, അത് INL ആണെങ്കിലും അത് PDP ആണെങ്കിലും അത് SDPI ആണെങ്കിലും അത് മറ്റു രാഷ്ട്രീയ വിഭാഗങ്ങളാണെങ്കിലും അവയോടെല്ലാം തരാതരം ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിനെയും UDF-നെയും തകർക്കുന്നതിന് വേണ്ടി ഞാൻ അഷ്റഫ് അലി ഒന്ന് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം ഒന്ന് ഫ്രീസ് ആയിട്ടുണ്ട്. ഹനീഫ, ആ ചോദ്യത്തെ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? അത് യുക്തിസഹമായി ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് CPM. അതായത് ലീഗിന് നമുക്കറിയാം, അതിൻ്റെ ചരിത്രം എടുത്താൽ EMS അടക്കം ലീഗുമായി ചേർന്ന് പോകേണ്ടതിനെക്കുറിച്ചും ചേർന്ന് പോയതിനെക്കുറിച്ചും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്തടക്കം ആ ബാന്ധവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടക്കകാലം മുതൽ ഇങ്ങോട്ടൊരു അസ്പർശ്യത ലീഗുമായി CPM കാത്തു സൂക്ഷിച്ചിട്ടില്ല. അതിനെ വിശദീകരിക്കുന്നത് ഈ സമീപകാലത്ത് ലീഗിന് തീവ്ര സമീപനം കൂടി എന്നതാണ്. അത് നിലനിൽക്കുന്ന ഒരു വാദമാണോ? CPM-ന് അത് ഭംഗിയായി പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ? അല്ല, ഇതിൽ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ഈ CPM-ൻ്റെ
ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നത് ഒറ്റയ്ക്ക് വിജയരാഘവൻ ഒറ്റയ്ക്ക് സ്വന്തം നിലയിൽ ചെയ്യുന്ന നിലപാടുകളാണോ അതോ പാർട്ടിയുടെ പിന്തുണയുള്ള പാർട്ടിയുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒന്നാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ആര് കൊയ്യുമെന്ന്. ഇത് രണ്ടുമാണ് പ്രധാനമായ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, അത് CPM-നെ പോലെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് വിജയരാഘവൻ അതിൻ്റെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഒരു പാർട്ടിയിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കും, ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ നിലപാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി സ്വീകരിക്കുമെന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ഇത് ആര് കൊയ്യും എന്നുള്ളതാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് ആദ്യഘട്ടത്തിൽ തീർച്ചയായും CPM കൊയ്യും, രണ്ടാം ഘട്ടത്തിൽ അത് സംഘപരിവാരം കൊയ്യും. ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തുകൊണ്ട് CPM കൊയ്യും എന്നുള്ളതിന് 1987 രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷം ഒരു പ്രത്യക്ഷത്തിൽ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച തെരഞ്ഞെടുപ്പാണ് 87. EMSൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ശരിയത്ത് വിവാദം, തീർത്തും അനാവശ്യമായ അരാഷ്ട്രീയമെന്ന് പോലും പറയാവുന്ന ഒരു വിഷയത്തെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നമുക്ക് 87 തെരഞ്ഞെടുപ്പിനെ കാണാം. അതിനൊരു പശ്ചാത്തലമുണ്ട്. 57 മുതൽ 3 തവണ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയും 57-ലും 67-ലും പിന്നീട് 80-ലും ഭരണകാലാവധി പൂർത്തിയാക്കിയിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. 87-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭരണം പിടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ഉൾപാർട്ടി ചർച്ചകൾ നമുക്കറിയാം. ഈ ബദൽ രേഖ പോലെ MV രാഘവൻ്റെയും EK നായനാരുടെയും PV കുഞ്ഞിക്കണ്ണൻ്റെയും MP ശിബാവയുടെയും ഒക്കെ പിന്തുണയോടുകൂടി MV രാഘവൻ മുന്നോട്ട് വെച്ച ബദൽ രേഖ. ഈ ബദൽ രേഖയുടെ ആശയം എന്തായിരുന്നു? കോൺഗ്രസിനെ തകർക്കാൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ഇന്നത്തേതുപോലുള്ള ദുർബലമായ കോൺഗ്രസ് അല്ല, ശക്തമായ നിലയിലുള്ള ഒരു കോൺഗ്രസ് ആയിരുന്നു 87 കാലത്ത് കേരളത്തിലുണ്ടായിരുന്നത്. അവരെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഈ ഒരു മൃദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണത്തിന് തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് 87 തെരഞ്ഞെടുപ്പ് പ്രധാനമാവുന്നതെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ തുടർച്ചയായി ആ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി നമുക്ക് വിലയിരുത്തി നോക്കാം. മലബാറിൽ അന്നുണ്ടായിരുന്ന 53 മണ്ഡലങ്ങളിൽ 32ഉം UDF ജയിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലും പിന്നീട് അതിനു മുമ്പോ അതിന് ശേഷമോ ഈ ഒരു പ്രവണത ഉണ്ടായിട്ടില്ല. മലബാറിലെ 53-ൽ 32 സീറ്റുകൾ ജയിച്ചപ്പോൾ ബാക്കിയുള്ള 87 സീറ്റിൽ തെക്കൻ തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 87 മണ്ഡലങ്ങളിൽ വെറും 17 മണ്ഡലങ്ങളെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ ലക്ഷ്യം തന്നെയായിരുന്നു ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വെച്ചിരുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഞാൻ വിചാരിക്കുന്നത് ഒരു ഭരണ തുടർച്ച എന്നൊരു മുദ്രാവാക്യം CPM മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പശ്ചാത്തലമാക്കുന്നത് ഈ ചരിത്രപരമായ ഈ മൃദു ഹിന്ദുത്വവാദത്തിലേക്ക് CPM കടന്നു വന്നതിൻ്റെ ചരിത്രപരമായ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM ലക്ഷ്യം വെക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. അഷ്റഫ് അലി, തുടരാൻ താങ്കൾ കിഴക്ക് നിന്ന് പോയിരുന്നു. ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നതിനെ കണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ച് അതല്ലെങ്കിൽ UDF-ൻ്റെ സഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവർ പിന്തിരിഞ്ഞ് നോക്കേണ്ടത് 1992 ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ശക്തി പോരാ, തീവ്രത പോരാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും വളർത്തിയതും വലുതാക്കിയതും അവർക്ക് സ്പേസ് നൽകിയതും എല്ലാം CPM ആണ്. INL-ന് വളർത്തി വലുതാക്കിയതും സ്പേസ് നൽകിയതും CPM ആണ്. അവരിപ്പോഴും ഇടതുപക്ഷത്തിലെ ഒരു കക്ഷിയാണ്. PDP, അബ്ദുൽ നാസർ മഹദിയുടെ PDP-യെ മുസ്ലിം ലീഗിനെതിരെ വളരെ വ്യക്തമായി ഉപയോഗിച്ചിട്ടുള്ളത് CPM ആണ്. വെൽഫെയർ പാർട്ടി KT ജലീൽ കുറ്റിപ്പുറത്ത് വിജയിക്കുന്നതിന് ഒളിഞ്ഞും തെളിഞ്ഞും അതുപോലെ തന്നെ പരസ്യമായും എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതിന് അന്ന് നിരവധിയായ തെളിവുകളുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ഈ മുസ്ലിം ലീഗിൻ്റെ അകത്ത് നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിം ലീഗിനെതിരെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റുകളെ സഹായിക്കുകയോ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് CPM ആണ്. അതുകൊണ്ട് CPM-ൻ്റെ ഇപ്പോഴത്തെ വിമർശനം അവർ തന്നെ അവരുടെ ആത്മവിമർശനമായി എടുത്ത് അവർ കേരളത്തിൻ്റെ സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് പുറത്തുള്ള സഖ്യകക്ഷികളുമായി UDF ഉണ്ടാക്കിയിട്ടുള്ള ചില ബന്ധങ്ങൾ അത് പിന്നീട് ഇല്ല എന്ന് വെക്കുകയും വെൽഫെയർ പാർട്ടിയും പറഞ്ഞു, UDF-ഉം പറഞ്ഞു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതില്ല എന്ന്, അതിനെ വിമർശിക്കാൻ CPM-ന് അവകാശമുള്ളൂ. ഇത് വിജയരാഘവനോട് കൊണ്ട് മാത്രം CPM പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു വർഗീയ പരാമർശങ്ങളല്ല എന്നാണ് എനിക്ക്
എനിക്ക് മനസ്സിലാവുന്നത്. CPM വളരെ കൃത്യമായും മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളെയും ജാതി തിരിച്ച് മതം തിരിച്ച് കണക്കെടുത്ത് അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് ഡാറ്റ അനലിറ്റിക്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു തുടർഭരണത്തിന് എന്ത് മാർഗമാണ് ഇനിയുള്ളത് എന്നുള്ള അവരുടെ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഭാഗമായി അവർ ബോധപൂർവ്വം നടപ്പിലാക്കുന്ന ഒന്നാണ്. ഇന്നലെ വിജയരാഘവനെ കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് MM മണി തുടങ്ങിയിട്ടുണ്ട്. MM മണി മാറാട് കലാപവുമായി ബന്ധപ്പെട്ടും CH മുഹമ്മദ് കോയ പോലും അവിടെ വന്നില്ല എന്നൊക്കെയുള്ള ബ്ലണ്ടറുകൾ പറഞ്ഞുകൊണ്ട് MM മണി തുടങ്ങിയിട്ടുണ്ട്. ഇനി MM മണിയെ ഒരു ദിവസം അവസാനിപ്പിക്കും, ഇനി വേറൊരാൾ തുടങ്ങും. നേരത്തെ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതുപോലെയാണ് സാക്ഷി മഹാരാജും പ്രഗ്യാ സിംഗ് ഠാക്കൂറും അതുപോലെയുള്ള ആളുകളും BJPയുടെ പുറത്തു നിന്നുകൊണ്ട് BJPയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതെ ഫാസിസം തീ തുപ്പിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് സമാനമായ ഒരു പ്രവർത്തനം ഇവിടെ CPM കടമെടുക്കുകയാണ്. ഇത് എന്നിട്ട് പാർട്ടി തിരുത്തുന്നു എന്ന് പറയുന്നു. ഇത് പാർട്ടി തിരുത്തിയാൽ തിരുത്തിപ്പോകുന്ന ഒന്നല്ല, പാർട്ടിയുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഓരോ സമയത്ത് ഓരോ ആളുകൾ ചുമതലപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിജയരാഘവനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇത് പറയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് പറയുന്നതിന് എത്രയാണ് ഒരു ദിവസത്തെ വിജയരാഘവന്റെ കൂലി എന്നുള്ളത് മാത്രമേ ഇപ്പോൾ CPM ഈ കാര്യത്തിൽ പാണക്കാട് തങ്ങളെ നേരിട്ട് വിമർശിച്ചത് വേണ്ടായിരുന്നു എന്നൊക്കെ വിലയിരുത്തിയെന്ന് കേൾക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയാൽ വർഗീയതയാണോ എന്ന ക്യാമ്പയിൻ നിങ്ങൾ സജീവമായി കൊണ്ടുവരുന്നുണ്ട്. അത് പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. എങ്ങനെ ചർച്ചയാക്കിയാൽ അത് എവിടെയാണ് ഗുണപ്പെടുക എന്നൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇസ്ലാമോഫോബിയോ CPM പയറ്റുന്നുണ്ട്, അതാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നതും മേജർ ക്യാമ്പയിനാക്കി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കത് ഗുണമാകും എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വർഗീയ പരാമർശത്തെ ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. വർഗീയപരമായോ ജാതീയപരമായോ ചേർതിരിവുണ്ടാക്കുന്ന പരാമർശങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ വിജയം മുസ്ലിം ലീഗോ UDF ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമാധാനപരമായ ജീവിതമാണ്, അതല്ലെങ്കിൽ വർഗീയമാകാത്ത, ഇവിടെ കാലുഷ്യങ്ങളില്ലാത്ത ഒരു കേരളമാണ് ലക്ഷ്യം. ഇവിടെ ഇസ്ലാമോഫോബിയ തന്ത്രമാണോ നിങ്ങളുടെ മേജർ ക്യാമ്പയിനായി വരാൻ പോകുന്നത്? അത് മേജർ ക്യാമ്പയിനിൽ പെടുമോ എന്നാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ക്യാമ്പയിനായി വരാൻ വേണ്ടി പോകുന്നത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള CPMൻ്റെ ഭരണപരാജയങ്ങളാണ്. ഇസ്ലാമോഫോബിയ ക്യാമ്പയിനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് അങ്ങനെ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇങ്ങനെ എന്നുള്ളതൊക്കെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി CPM എടുക്കുന്ന അവരുടെ ചില നമ്പറുകളാണ്. ഞങ്ങളൊന്നും അതിൽ പോയി വീഴാൻ ഞങ്ങളില്ല. അതേസമയം ഇത് വിലയിരുത്തുന്ന, ഇത് മനസ്സിലാക്കുന്ന, ഇതിനെക്കുറിച്ച് കൃത്യമായും ഇപ്പോൾ CPM തിരുത്തിയതുപോലെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം CPMനുണ്ടാകും. കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിന് നിങ്ങളുമായി അങ്ങനെ ഒരു അസ്പർശ്യത ചരിത്രത്തിൽ എവിടെയുമില്ല. നിങ്ങൾ ഒരുമിച്ച് പോയ കാലമുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കുന്നതിന് പോലും മുസ്ലിം ലീഗിൻ്റെ സഹായം നിങ്ങൾക്ക് ഗുണമായിട്ടുണ്ട് എന്നതടക്കമുള്ള ചരിത്രം നമ്മുടെ മുൻപിലുണ്ടല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം പയറ്റി നോക്കുന്നത്. അതിന് നിങ്ങൾ പറയുന്ന ഒരു ന്യായം വെൽഫെയർ പാർട്ടിയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കുന്നത് ഇപ്പോഴാണ്, അതുകൊണ്ട് ഇപ്പോൾ ലീഗിനെ വിമർശിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തിൻ്റെ ഡാറ്റ നമ്മുടെ മുൻപിലുള്ളതാണ്. നിരാകരിക്കാൻ കഴിയാത്ത സഖ്യങ്ങളുടെ തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച മുതലാണ് നിങ്ങൾ മാറാൻ തുടങ്ങിയതെന്ന് നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ സഖ്യം ഉണ്ടാക്കി മത്സരിച്ചിട്ടുണ്ട്, അധികാരം പങ്കിട്ട് ഭരിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടി ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, പരസ്പരം സംസാരിച്ച് പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതിലൊന്നും ഒരു ന്യായവുമില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായി ചിന്തിക്കുന്നവർക്ക് ഇത് മുസ്ലിം പേടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും മുഴുവൻ മുസ്ലിങ്ങൾക്കും മുസ്ലിം ജനവിഭാഗത്തിനും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയായി മാറും. അത് മുസ്ലിം ലീഗിനെയാണ് ആക്രമിക്കുന്നതെന്ന് പറയാവുന്നേ ഉള്ളൂ. അല്ല നിഷാദേ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മുസ്ലിം സമുദായത്തിൻ്റെ മുത്തക്കച്ചവടക്കാരാണ്. മുസ്ലിം സമുദായത്തിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം പിന്തുണയുള്ള, സമസ്തയുടെയൊക്കെ പിന്തുണയുള്ള ഒരു സംഘം മാത്രമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക എന്നുള്ളൊരു ശൈലി തന്നെ നിങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ആണ് ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു ലക്ഷണം ഇവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെയും ET മുഹമ്മദ് ബഷീറിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഈ പറഞ്ഞ പോപ്പുലർ ഫണ്ട് STP പോലുള്ള സംസ്ഥാന നേതാക്കന്മാരുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി അവസാനം മാധ്യമങ്ങൾ അത് കണ്ടെത്തിയപ്പോഴത്തേക്കും അത് കേരളത്തിൽ ചർച്ചയായി. തന്നെയുമല്ല, ഈ 2 വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞത് CPM അല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 പഞ്ചായത്തുകളിൽ STP ആവശ്യപ്പെടാണ്ട് വോട്ട് ചെയ്ത്
പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് CPM തെരഞ്ഞെടുത്തപ്പോൾ ആ നിമിഷം തന്നെ രാജിക്കത്ത് കൊടുത്ത് നിങ്ങളുടെ വോട്ട് ഭരിക്കാൻ വേണ്ടി വേണ്ടെന്ന് പ്രഖ്യാപിച്ച പത്തനംതിട്ട നമ്മുടെ മുൻപിലുണ്ട്. CPM. പത്തനംതിട്ട അപ്പോൾ നമ്മുടെ CPM നെ മുൻപിലുണ്ട്. ഇങ്ങനെ പത്തനംതിട്ടയിൽ നിങ്ങൾ വളച്ചിട്ടാക്കുന്ന SDP-യുമായും ഉണ്ടാക്കിയ ബന്ധം നമ്മുടെ കൺമുന്നിലുണ്ട്. അവസാനിപ്പിക്കാത്ത ബന്ധം ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് CPI നേതൃത്വം പറഞ്ഞ DYFI കത്തുകൊടുത്ത ഈ ശരിയല്ലാത്ത ബന്ധം നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ഭരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത് പറയരുത്. പിന്നെയുണ്ട് പാലക്കാടെയും കണ്ണൂരിലെ മാട്ടൂരിലെ ഒക്കെ കഥ വേറെ. ഇത് ഒരെണ്ണം ഞാൻ പറയാണ്. നിഷാദെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതാപരമായ കാര്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ വളച്ചു കെട്ടിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPM-നെയും ബഹുമാനപ്പെട്ട വിജയരാഘവനെയും നിങ്ങളൊരു വർഗീയവാദിയോ അല്ലെങ്കിൽ വർഗീയത ഇളക്കി വിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്നതായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ പോലും അംഗീകരിക്കത്തില്ല. അല്ല, സിമ്പിളാണ്. ഞാൻ ചോദിക്കുന്നത് വളരെ ലഘുവായ ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നു മുതലാണ് ലീഗിനെ ഇത്ര അസ്പർശ്യത തോന്നി തുടങ്ങിയത്? ലീഗ് നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായി എത്രയോ കാലം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ ആഴ്ച വരെ വെൽഫെയർ പാർട്ടി ബന്ധം? ഇപ്പോഴല്ലേ ഉപേക്ഷിച്ചത്? വെൽഫെയർ പാർട്ടി ഇതിനിടയ്ക്ക് ഭരണഘടന തിരുത്തി തീവ്രകക്ഷിയായോ? അതോ മുസ്ലിം ലീഗ് ഈ ആഴ്ച അവരുടെ ഭരണഘടന തിരുത്തി തീവ്രകക്ഷിയായി മാറിയതാണോ? തുടക്കം മുതൽ ഈ രണ്ട് പാർട്ടിക്കുമുള്ള ഒരേ നിലപാടാണ്. ഈ രണ്ട് പാർട്ടികളുമായും തൊട്ട് മുൻപുള്ള ടൈം വരെയും ബന്ധങ്ങൾ ഉണ്ടാക്കി പോന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഇളക്കിക്കൊണ്ടുവന്ന് മുസ്ലിം പാർട്ടി, മുസ്ലിം കക്ഷി, മുസ്ലിം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഡിവൈഡ് ഉണ്ടാക്കാനുള്ള പിന്നെ എന്തിനാണ്? അല്ല നിഷാദെ പൂർത്തീകരിക്കട്ടെ. നിഷാദെ മുസ്ലിം ലീഗിനെ കുറിച്ച് പ്രശസ്തമായ ഒരു വാക്യം പറഞ്ഞത് ആരാ? മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞ ചത്ത കുതിര എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു അല്ലേ? ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയുമായിട്ടല്ലേ ഇവർ ബാന്ധവം തുടരുന്നത് ഏതാണ്ട് 3-18 കേരളത്തിൽ. ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? വേറൊന്നുമല്ല, ഒരു മുസ്ലിം ലീഗിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് EMS. നെഹ്റു അത് പറയുമ്പോൾ EMS നല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കണം. EMSന്റെ സമ്പൂർണ്ണ കൃതികളിൽ വായിച്ച മുസ്ലിം ലീഗായിട്ടുള്ള ബന്ധത്തിന്റെ രേഖകൾ കാണാം. അല്ല, ഞാനത് വായിച്ചിട്ടുള്ള നിഷാദ് വളരെ വ്യക്തമായിട്ട്. ഞാനെന്നല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പതിവായിട്ട് CPM-നെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കാറുള്ള ഉമേഷ് ബാബു ഒരു കാര്യം സംഭവിച്ചു. എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട് അദ്ദേഹത്തിനോട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ കുതിപ്പ് ശബരിമല വിഷയം കൊണ്ടല്ല എന്ന് അദ്ദേഹം പറയാനുള്ളൊരു സന്മനസ് അദ്ദേഹം കാട്ടി. അതെന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അതിന് തിരുത്തി അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമേഷ് ബാബു എന്നുള്ള വ്യക്തിയുടെ സ്ഥിരമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ ഒരു മറ്റൊരു അധ്യായം മാത്രമേ കണക്കാക്കുള്ളൂ. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഞാൻ കാതലായ വിഷയത്തിലേക്ക് വരാം. നിങ്ങളത് ആലോചിച്ച് നോക്കുകയും CPM-ന് ഇവിടെ വർഗീയപരമായ രീതിയിൽ എന്തെങ്കിലും ഇളക്കി വിടാനാണെങ്കിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഹാഗിയ സോഫിയ 1800 വർഷം പഴക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കത്തീഡ്രൽ പള്ളി, 500 വർഷമായിട്ട് ഒരു മ്യൂസിയമാണ്. അത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തുർക്കി ഗവൺമെൻറ് ഇസ്താംബൂളിലെ ആ പള്ളി അതൊരു മോസ്കായി പ്രഖ്യാപിച്ചു. അവിടെ സന്ദർശിച്ച ഈ സാക്ഷാൽ പാണക്കാട്ടെ ഒരു വ്യക്തി തന്നെയാണ്, ഞാൻ ആ പേര് പറയുന്നില്ല, അദ്ദേഹം തന്നെയാണ് അതിനെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ക്യാമ്പയിൻ CPM നടത്താൻ പറ്റുന്നത് വർഗീയത ഇളക്കി വിടാനാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് വിഷം കുത്തിവെക്കാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ലേഖനത്തെ കുറിച്ചുള്ള ആ ലേഖനത്തിന്റെ മെറിറ്റ് ചർച്ച ചെയ്യേണ്ട മെറിറ്റാണ്, നമുക്ക് നോക്കാം. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വിഷം കുത്തിവെക്കാൻ നടക്കുന്ന ക്യാമ്പയിനുകളോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്താ CPM ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഈ സർക്കാരിന് കീഴിൽ ഈ സർക്കാർ തന്നെ മുസ്ലിങ്ങൾക്ക് അനധികൃതമായി പലതും കൊടുക്കുകയാണെന്ന് ക്യാമ്പയിൻ സജീവമായി നടക്കുന്നുണ്ടല്ലോ. സർക്കാർ വല്ലതും മിണ്ടുന്നുണ്ടോ? ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേലധികാരികൾ പോയി മോദിയോട് പരാതി പറഞ്ഞു ഇവിടെ മുഴുവൻ കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളാണ് എന്ന്. അവരുടെ പത്രത്തിൽ ദീപികയിൽ അച്ചടിച്ചു വന്നു. മുഖ്യമന്ത്രി വ്യാജ വാർത്തകൾക്കെതിരെ കർക്കശമായ സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി വല്ലതും പറഞ്ഞോ? ആരും കേട്ടില്ല. അപ്പോൾ അതിനോട് മൗനം അവലംബിക്കുന്നുണ്ട്. അതൊരു തരത്തിലുള്ള സഹായമാണ് എന്നതുകൂടി കാണണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല അതിനെ. അല്ല നിഷാദ്, അതൊരു വിചിത്ര വാദഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിക്കാതെ കൊണ്ട് ഒരു വർഗീയ അല്ലെങ്കിൽ തെരുവ് നടത്താതെ കൊണ്ട് മൗനം അവലംബിച്ചതിനെ കുറിച്ച് നിങ്ങളത് മുഖ്യമന്ത്രി ആ രീതിയിൽ വ്യാഖ്യാനിച്ച് എനിക്ക് അതിശയം തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് അനധികൃതമായി കൊടുക്കുന്നു എന്നൊരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഗവൺമെന്റ് ഉത്തരം പറയാനുള്ള ബാധ്യതയില്ലേ? ഗവൺമെന്റ് ഉത്തരം പറയുന്നില്ല. 2 തവണ ചോദിച്ചു, മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് അക്കാര്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്നാണ്. മത്തായി ചാക്കോ ഇവിടെ അന്ത്യകുദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വ്യാജം പറയരുത് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷനെ അത്ര കടുത്ത ഭാഷയിൽ വിമർശിച്ച ആളാണ് പിണറായി വിജയൻ. അവരാണ് ഈ വസ്തുതാവിരുദ്ധമായ കാര്യം ദീപികയിൽ ലേഖനം എഴുതുന്നത്. ഈ സർക്കാരിനെ കുറിച്ച് പോയി മോദിയോട് പരാതി പറയുന്നത്. ഒരു പരിഭവവും ഈ സർക്കാരിനില്ല.
നിഷാദെ പിന്നെ വക്രീകരിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ഈ ഗ്രാൻറ്റുകളെ സംബന്ധിച്ചുള്ള അൾട്ടിമേറ്റ് അധികാരി ആരാ? സംസ്ഥാന സർക്കാരല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരിന്റെ മുകളിലേക്ക് അത് വെച്ച് വരുന്നത്? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അടുത്ത് ഈ ഒരു മുസ്ലിം പിന്നെ ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് അത് വളർന്നു വരുന്നു എന്നുള്ള ഒരു കൃത്രിമമായിട്ടുള്ള വ്യാഖ്യാനം ഇവിടെ ചില മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അത് തെറ്റാണത്, ഒരിക്കലുമില്ല. കഴിഞ്ഞ ദിവസമാണ് അവിടെ 2 യാക്കോബായ ബിഷപ്പ്മാർ പോയി ആ പിന്നെ പാലക്കാട് പിന്നെ തങ്ങളുടെ അടുത്ത് പോയി വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സംസാരിച്ചത്. ഞങ്ങളാരെങ്കിലും അതിനെ വിമർശിച്ചിട്ടുണ്ട്? ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു റഫറൻഡ് എടുത്തേ, മുസ്ലിം സമുദായത്തിൽ എത്ര %, LDF സപ്പോർട്ട് ചെയ്യും, UDF സപ്പോർട്ട് ചെയ്യുന്നു? ഒരു 80-85% ഇസ്ലാം സഹോദരങ്ങൾ ഈ സർക്കാരിനെ അംഗീകരിക്കത്തുള്ളൂ, ഈ സർക്കാരിനെ അനുകൂലമായിട്ട് അവർ വോട്ട് ചെയ്യത്തുള്ളൂ. ഒരു തർക്കമല്ല കാര്യത്തും. നിങ്ങൾ ഈ പറഞ്ഞ ജാതിയുടെ മതത്തിന്റെ വർഗീയതയുടെ പേര് ചിന്തിക്കുന്നവരല്ല മഹാഭൂരിപക്ഷ ഇസ്ലാം മത വിശ്വാസികളും. നോക്കൂ, നമുക്കറിയാം ലീഗിന് നേട്ടമുണ്ടായിട്ടുണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്താലും ലീഗിനാണ്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താലും ലീഗാണ് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയ പാർട്ടി. പക്ഷേ അതിന് പുറത്തേക്ക് നോക്കിയാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അടക്കം വോട്ട് വിശ്വാസം സമാഹരിക്കാൻ LDF കഴിഞ്ഞു എന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്കൽ പോളിൽ അവർക്ക് ആശ്വാസദായകമായ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അത് ലീഗിനെ വിമർശിച്ചാൽ ലീഗിനെ മേഖലകളിൽ ഉള്ളൂ നഷ്ടമുണ്ടാകൂ, ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ടോട്ടൽ മുസ്ലിം കമ്മ്യൂണിറ്റി അതവരുടെ പ്രശ്നമായി ഏറ്റെടുക്കില്ല എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ പരിധി. അതോ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ വിമർശനം മുസ്ലിങ്ങൾക്കെതിരായ വിമർശനമാണ്, ഇവർ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ കളിക്കുകയാണ് എന്ന് വിചാരിക്കുകയും ഒരു പാൻ കേരള മുസ്ലിം ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഏകീകരണം ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്? അതിനെ CPM പേടിക്കണോ? തീർച്ചയായും CPM അത് ഭയപ്പെടുന്നുണ്ട് എന്നല്ലേ ഇത്തരം ഒരു തന്ത്രപരമായ നിലപാട് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് CPIയുടെ വിമർശനങ്ങൾ വരുന്നു, CPM തന്നെ പുറത്തേക്ക് ഇത്തരം ഒരു സന്ദേശം കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ ഇതിനെ ഭയപ്പെടുന്നു എന്ന് തന്നെയല്ലേ. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല തുടർച്ചയായി രണ്ട് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വിഷയമാണ്. ഇപ്പോൾ പാണക്കാട് വന്ന സഭാ നേതൃത്വം ഇതേ സംഭവമാണ് ചർച്ചാ വിഷയമാക്കിയത്. ഇതൊരു മതേതര സമൂഹത്തിലേക്ക് ഈ വിഷയം ചർച്ചാ വിഷയമായി പോകുമ്പോൾ അതിനെ CPM തീർച്ചയായും ഭയപ്പെടും. ഒന്നാമത്തെ കാര്യം, ഇതിലൊരു പ്രശ്നം, 2 കാര്യങ്ങൾ ഒരേ സമയം പറയുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. ഒന്ന്, CPM ലീഗിനെ വിമർശിക്കുന്നത് രാഷ്ട്രീയമായി വിമർശിച്ചാൽ എങ്ങനെ മതവിമർശനമാവും, മുസ്ലിം സംഘടനകൾക്കെതിരായ വിമർശനമാകും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ UDFൻ്റെ നേതൃത്വം പാണക്കാട് എത്തിയാൽ അത് മതമൗലികതയുമായി സഖ്യം ചേരലാണ് എന്നൊരു പ്രശ്നം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ ഒത്തുപോവുക? രണ്ട് പ്രശ്നമാണ്. ഒന്ന്, നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ലീഗിനെ നേരിടുന്നതെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷി എന്ന ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ് അതിനെ നേരിടേണ്ടത്. അപ്പോൾ അത് മതമൗലികതയുമായി സഖ്യം ചേരുന്ന പോയിന്റ് എവിടെയാണ്? ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് മതമൗലികതയുമായി അല്ലെങ്കിൽ UDF നേതൃത്വം പാണക്കാട് എത്തുമ്പോൾ അത് മതമൗലികതയുമായി സഖ്യം ചേരലായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് കൃത്യമായി വിശദീകരിക്കാൻ CPM നേതൃത്വം ഈ ചർച്ച തുടങ്ങിയത് മുതൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇത് പിന്നെ ഈ ശബരിമല വിഷയം നമ്മൾ എടുക്കുക, വീണ്ടും ഇപ്പോൾ ചർച്ചയിൽ വന്നല്ലോ. ശബരിമല വിഷയത്തിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്? ശബരിമലയിൽ ഹിന്ദു സമൂഹം, ഈ വിശ്വാസി സമൂഹം എന്ന് നമ്മൾ വിളിക്കുന്ന സമൂഹം CPM വിരുദ്ധ വോട്ടാണ് ചെയ്തത്, CPM വോട്ടാണ് ചെയ്തത്. അത് ഒരു വലിയ വിഭാഗം ആളുകൾ CPMൻ്റെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ കുടുംബങ്ങളിൽ നിന്ന് അടക്കമുള്ളവർ പങ്കെടുത്ത നാമജപ യാത്രകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘാതം തീർച്ചയായും BJPക്കാണ് സ്വാഭാവികമായി പോകേണ്ടതെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ മുഖ്യ ശത്രുവായി കണ്ടത് CPMനെയാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഇതിൽ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്ന് CPM കരുതുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ചിതറിപ്പോവാൻ സാധ്യതയുള്ള, ചോർന്നു പോകാൻ സാധ്യതയുള്ള മൃദു ഹിന്ദുത്വ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് CPMൻ്റെ അജണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം തീർച്ചയായും നമ്മുടെ മുമ്പിലുണ്ട്. അത് പക്ഷേ പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. പിണറായി വിജയനെ ശിക്ഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്ന് ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അദ്ദേഹം നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് സംഭവിക്കാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായുള്ള CPM നേതാക്കൾ ബ്രാഞ്ച് തലത്തിൽ മത്സരിക്കുന്ന ആളുകളെ എന്തിനാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന തലത്തിലെടുത്തൊരു നിലപാടിൻ്റെ പേരിൽ ജനങ്ങൾ ശിക്ഷിക്കേണ്ടത്? തീർച്ചയായും ശിക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ BJP അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണോ? എങ്ങനെ?
ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ഒരു 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 ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് താങ്കൾ പറയാണ്. അല്ല, അതൊരു ടെസ്റ്റായി വരുമോ എന്നുള്ള അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി CPM-ന്റെ മുമ്പിലുണ്ട്. ഈ വോട്ടുകൾ പൂർണ്ണമായും തിരിച്ചു കിട്ടുമോ എന്ന 12% വോട്ട് വ്യത്യാസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ചരിത്രത്തിൽ ആദ്യമാണ് കേരളത്തിൽ. CPM എങ്ങനെ കൈകാര്യം ചെയ്യുക, അതിനാണോ CPM ഇത് പാറ്റുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. KC ഉമേഷ് ബാബു, നോക്കൂ, ഇത് CPM മുന്നോട്ട് വയ്ക്കുകയാണ്. മുസ്ലിം ലീഗ് UDF-നകത്ത് മുസ്ലിം കക്ഷികളുടെ ആധിപത്യം വരാൻ പോകുന്നു, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം കക്ഷികളാണ് എന്നൊക്കെ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നതിന് ഉദ്ദേശങ്ങളുണ്ടാവും. പക്ഷേ അതിൽ ഇപ്പം നോക്കൂ, ശബരിമലയിൽ കയറി കൊത്തേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചു. കാരണം ചർച്ചയാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. UDF-നെ സംബന്ധിച്ച് UDF ചെയ്യേണ്ടത് ഈ പറയുന്ന ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം സമുദായ രാഷ്ട്രീയ പോലെയുള്ള സംഗതികൾ CPM ഉയർത്തിവിടുന്നതിൽ കയറി കൊത്താതിരിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ പരമാവധി ചർച്ചയാക്കി അത് ഒരു സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ, സെക്യുലർ ഒരു പ്ലാറ്റ്ഫോമിൽ അത് പ്രയോജനപ്പെടുത്തുകയാണോ വേണ്ടത്? എന്താണ് ആ കാര്യത്തിലുള്ള താങ്കളുടെ ടേക്ക്? അല്ല, ഞാൻ കാണുന്നത് നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ മറ്റൊരു വശവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ പിണറായി വിജയൻ ഗവൺമെൻറ് കഴിഞ്ഞ 7-8 മാസമായി നേരിടുന്ന വലിയ പ്രതിസന്ധി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള കുറേ അധോലോക പ്രവർത്തനങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നേരിട്ടുള്ള ബന്ധമാണ്. അതിൻ്റെ പേരിലുണ്ടായ കേസുകളാണ് കഴിഞ്ഞ 7 മാസമായി നിരന്തരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരുന്നത്. ഈ കേസുകൾക്കൊക്കെ ഇപ്പോഴെന്താ സംഭവിക്കുന്നത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ വളരെ ശക്തമായി ആലോചിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേസുകളൊക്കെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഈ കേസുകളുടെ ഒക്കെ അന്വേഷണ ഏജൻസികളൊക്കെ കേന്ദ്ര ഏജൻസികളാണ്. പിന്നെ എങ്ങനെയാണ് ഈ കേസുകളൊക്കെ കെട്ടടങ്ങുന്നത്? ഒരു 20 പേരുള്ളൊരു പട്ടിക ഉണ്ടാക്കിയിട്ട് NIA കൈ കഴുകി കുറ്റപത്രം കൊടുത്തിട്ട്, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ സജീവമായി ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നേരത്തെ ബോധപൂർവമാണ് ഈ നിസ്സഹായരായിട്ടുള്ള കൃഷിക്കാർക്കെതിരായിട്ട് ഈ പറയുന്ന അതിർത്തികളിൽ പോലും കാണാത്ത ഫോർട്ടിഫിക്കേഷൻ നടത്തുന്ന ഗവൺമെൻറ് ഈ വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കേസുകളിൽ നിന്നൊക്കെ കൈകഴുകി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും പരിഗണിക്കുന്നേ ഇല്ല. ഇത് എപ്പോഴാണ് ആരംഭിച്ചത്? ഇത് ഏകകാലത്ത് സംഭവിച്ചാണ്. ഈ കേസുകളിൽ നിന്നൊക്കെ കേന്ദ്ര ഏജൻസികൾ കൈകഴുകുന്ന പണിയും മുസ്ലിം സംഘടനകൾ വലിയ കുറ്റവാളികളാണ്, അവരെ കരുതിയിരിക്കണം എന്നുള്ള മുഖ്യമന്ത്രി ആരംഭിച്ചിട്ടുള്ള പ്രചാരവും ഏതാണ്ട് ഒരേ കാലത്താണ് വരുന്നത്. സമാന്തരമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും, ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കും. ബംഗാളിൽ CPM-ഉം അവിടുത്തെ ഇടതുമുന്നണിയും ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. മമതാ ബാനർജി പൂർണ്ണമായും ഒറ്റപ്പെടും എന്നുള്ളതാണ് അവർ ഇതിനകം ഉറപ്പാക്കിയിട്ടുള്ളത്. അവർ മമതാ ബാനർജിക്ക് പിന്തുണ കിട്ടാവുന്ന എല്ലാ കക്ഷികളെയും കൂട്ടിയിട്ട്, കോൺഗ്രസിനെയും അതുപോലെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കക്ഷികളെയും കൂട്ടി മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണിയിൽ അവർ ആവശ്യത്തിലധികമുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടാണ്, കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളൊക്കെ അനുവദിച്ചിട്ടാണ് ഈ വിട്ടുവീഴ്ച ചെയ്തിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. മമതാ ബാനർജി പൂർണ്ണമായി ഒറ്റപ്പെടും എന്ന് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മമതാ ബാനർജി ബംഗാളിൽ ഒറ്റപ്പെട്ടാൽ എന്താ സംഭവിക്കുക? മിക്കവാറും ബംഗാൾ പിടിക്കുക എന്നുള്ള സംഘപരിവാരത്തിൻ്റെ അജണ്ട നടപ്പിലാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പുകളുടെ പുറത്ത് പറയുന്നതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം സംഘപരിവാരം ഇന്ത്യയിൽ അങ്ങനെ അധികാരത്തിൽ വന്നത്. അതിനുവേണ്ടി അവർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിമാരെ ഉപയോഗിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരശ്ശീലക്ക് പിറകിലാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിലെ മുഖ്യ ഇടപാടുകളൊക്കെ നടക്കുക. അപ്പോൾ കേരളത്തിൽ മുസ്ലിം സംഘടനകളാണ് വലിയ, അങ്ങനെ അല്ലാത്ത സംഘടനകളെക്കുറിച്ചൊന്നും ആക്ഷേപമില്ലല്ലോ. ഇപ്പോൾ BJP-ക്കാർക്ക് കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ആവേശം കുറേ ദിവസമായിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും തിരശ്ശീലക്ക് പുറത്ത് ഈ പറയുന്ന ഹിന്ദുത്വയുടെ ഒരു പക്ഷത്ത് നിൽക്കാനുള്ള ചില ശ്രമങ്ങൾ ഞങ്ങൾ നടത്താൻ തയ്യാറാണ് എന്ന തരത്തിലൊരു സന്ദേശം പോകുമാറ് രാഷ്ട്രീയത്തെ കലക്കുക ചെയ്യുന്നത് CPM. അതിനൊരു ബംഗാൾ അധ്യായമുണ്ട്, അതിനൊരു കേരള അധ്യായമുണ്ട്. ഇത് വളരെ കരുതലോടെ കാണണം. NIA എത്ര വലിയ ഫാൻഫെയറോട് കൂടിയിട്ടാണ്, പുകലോട് കൂടിയിട്ടാണ് NIA സ്വർണ്ണക്കടത്ത് കേസ് ഏറ്റെടുത്തത്. ഇപ്പോൾ 20 ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ട് കേസിൽ നിന്ന് അവർ ഊരി പോയിട്ടുണ്ട്. അതിന് പറയുന്നത് അതാണ്. എന്നിട്ട് പറയുന്നത് അതാണ്, ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് തെളിവൊന്നുമില്ല. അതിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ പേര് നോക്കിയാൽ അതിൻ്റെ ലക്ഷ്യമൊക്കെ വളരെ വ്യക്തമാകും. മറ്റ് കേസുകളൊക്കെ പൂർണ്ണമായിട്ടും അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ 2 വട്ടം ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഈ പറയുന്ന നമ്മുടെ വടകരക്കാരൻ രവീന്ദ്രനെ വിളിച്ചു. ഒരു വട്ടം പലവട്ടം വിളിച്ചിട്ട് കൊറോണ പോയില്ല. പിന്നെ ഒരു ദിവസം ചോദ്യം ചെയ്തു. പിന്നെ രണ്ടാമത്തെ
ചില ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ വേഗം വരാം ഈ പാനലിലേക്ക്, ഒരു ഇടവേള അത്യാവശ്യമായിരിക്കുന്നു. വേഗം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അഷ്റഫ് അലി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. കാരണം ഇത് എന്തായാലും സാമുദായിക ധ്രുവീകരണത്തിന് സാധ്യതയുള്ള ഇനം ചർച്ചയാണല്ലോ, അല്ലെങ്കിൽ അത്തരം വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. CPM അതിനെ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണെന്നാണ് നിങ്ങളുടെ ആക്ഷേപം. പക്ഷേ അതിൽ കയറി നോക്കൂ, നിങ്ങളെ ശബരിമല ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അതിൽ തൊടേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംഗതിയിൽ നിങ്ങൾ തൊടുന്നത് അത് വലിയ ചർച്ച ഉണ്ടാക്കാൻ കാരണമാകും, പലതരം ചിന്തകളെ അത് രൂപപ്പെടുത്തും. അത് നിങ്ങൾക്ക് കുഴപ്പമാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ഗുണമാകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല, ഇത് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. കാരണം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥമായ ചർച്ചകളിൽ നിന്നും കേരള രാഷ്ട്രീയ സമൂഹത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള CPM-ന്റെ ഒരു വിഫല ശ്രമമാണ് നടക്കുന്നത്. അതാണ് അവരുണ്ടാക്കുന്ന ഈ വർഗീയ ആരോപണങ്ങളും ഈ പരാമർശങ്ങളുമൊക്കെ. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതാണ് കഴിഞ്ഞ 2 ദിവസമായി UDF ഒന്നടങ്കം ചെയ്തത്. UDF ഒന്നടങ്കം അതിനെ ചെയ്തപ്പോൾ CPM തിരുത്തേണ്ടി വന്നു. അത് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികൾ പാണക്കാട് വന്നപ്പോഴും അതിനുശേഷം മാർ കൂറിലോസ് തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഉൾപ്പെടെ വന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവായ ഒരു ചിന്ത പോകുന്നത് ഈ അർത്ഥത്തിലുള്ള ഒരു വർഗീയ പരാമർശമായിട്ടോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി ആയിട്ടോ അല്ല എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ CPM തിരുത്തേണ്ടി വന്നു. അത് മലബാറിൽ നിന്ന് മാത്രമല്ല, CPM അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മധ്യ തിരുവിതാംകൂറിൽ നിന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിന്ന് പോലും വിമർശനങ്ങളുണ്ടായി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് വിമർശിച്ചു, കാനം രാജേന്ദ്രൻ വിമർശിച്ചു. അപ്പോൾ CPM-ന് മനസ്സിലായി ഇത് ഒരിക്കലും തന്നെ നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ വിജയരാഘവനെ കൈവിടേണ്ടി വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോയാലൊന്നും CPM വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൻ്റെ മത ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട്. പക്ഷേ അവർ ആ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാറില്ല. വോട്ട് ചെയ്യുന്ന സമയത്ത് അത് അവർ ഉപയോഗിക്കാറില്ല. അവരപ്പോൾ സെക്യുലർ ആയിട്ടാണ് ചിന്തിക്കാറുള്ളത്. ഹിന്ദു ഭൂരിപക്ഷമാണ് കേരളമുള്ളത് ജനസംഖ്യാടിസ്ഥാനത്തിൽ. പക്ഷേ ഇവിടെ BJP-ക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? BJP-ക്ക് ഈ അടുത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല വിഷയം ഉണ്ടായപ്പോൾ പോലും അതിൻ്റെ നേട്ടം BJP-ക്ക് ഉണ്ടായിട്ടില്ല. അത് നേട്ടമുണ്ടാക്കണമെന്ന് ശ്രീധരൻ പിള്ള BJP-യുടെ ക്ലാസ് എടുത്തിട്ട് പോലും BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കേരളത്തിൻ്റെ മതേതരമായ രാഷ്ട്രീയ ചിന്താഗതിയുടെ വളരെ വ്യക്തമായ സൂചനകളാണ് കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ, അവർക്ക് മതവിശ്വാസമുണ്ടെങ്കിലും അവർക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അവർ രാഷ്ട്രീയ കാര്യത്തിൽ കൃത്യമായ മതേതര കാഴ്ചപ്പാട് അവർക്കുണ്ട്. ആ കാഴ്ചപ്പാട് അവർ കാണിക്കും. അവർ ഇടതിനെ സ്വീകരിക്കും, അതല്ലെങ്കിൽ അതിന് ബദലായി UDF-നെ സ്വീകരിക്കും. ഇതിനപ്പുറത്ത് BJP-യെ പോലും സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേരളത്തിൽ ഇതുപോലെയുള്ള ഇസ്ലാമോഫോബിയ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇവിടെയുള്ള മൃദുഹിന്ദുത്വ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവരെ മുഴുവനായും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള ഒരു അണ്ടർ എസ്റ്റിമേറ്റാണ് ഹൈന്ദവരെ കുറിച്ച് ഇന്ന് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണെന്ന് അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. കാരണം ഞാൻ നേരത്തെ പറയാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏറ്റവും അധികം RSS-ന് ശാഖയുള്ള കേരളത്തിൽ BJP-യെ വളർത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ ഹൈന്ദവത ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മണ്ണാണ് കേരളം. അത് CPM മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ പൗരത്വ പ്രശ്നമുണ്ടായപ്പോൾ അത് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും അധികം പ്രതിരോധം തീർത്തത് ഇവിടെയുള്ള മതേതര കക്ഷികളായ ആളുകൾ അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളായ ആളുകളാണ്. ഇത് കേരളത്തിൻ്റെ ഒരു ബോധ്യമാണ്. ഇത് തിരിച്ചും അങ്ങോട്ടാണ്. ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് UDF വളരെ കൃത്യമായി ഇവിടുത്തെ ഹൈന്ദവരുടെ സെൻറ്റിമെൻസിന് കൂടെ നിന്നു എന്ന് ചോദിച്ചാൽ അത് അവരുടെ മതപരമായ ആചാരപരമായ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതൊരു പ്രശ്നമായി UDF-ഉം അതുപോലെ തന്നെ കക്ഷികളും കണ്ടു എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ശബരിമല വിഷയത്തിൽ UDF-ന് അനുകൂലമായി നിന്നു എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് മതപരമായോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള CPM-ന്റെ ഏതെങ്കിലും വിഫല ശ്രമങ്ങൾ കൊണ്ടോ ഒരു ഭരണത്തിൽ തിരിച്ചു വരാം എന്നുള്ള ഇവരുടെ ധാരണ തെറ്റാണ് എന്ന് കേരളീയ സമൂഹം ഇവിടെ കൃത്യമായും അവർക്ക് കാണിച്ചു കൊടുക്കും. മറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്, ഭാവി കേരളത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാനുണ്ടോ? അവർക്ക് സരിതയും സ്വപ്നയും ഇല്ലാതെ UDF-നെ നേരിടാൻ കഴിയില്ലെന്ന് വന്നിരിക്കുന്നു. ഈ അർത്ഥത്തിലേക്കാണ് CPM-ന്റെ ഇപ്പോഴത്തെ പോക്ക്. ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ് നോക്കൂ. അതായത് നിങ്ങൾ മുസ്ലിം ലീഗിനെ ടാർണിഷ് ചെയ്യാൻ, നിങ്ങൾ മുസ്ലിം ലീഗിനെ കളർ ചെയ്ത് വർഗീയവാദികളാണ്, വർഗീയ കക്ഷിയാണ്, വർഗീയ ബാന്ധവമുള്ളവരാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള പുരോഹിത പ്രമാണിമാർ വന്ന് പാണക്കാട് തങ്ങളെ കാണുന്നത്. അതായത് രമേശും ഉമ്മൻചാണ്ടിയും പോയി കണ്ടപ്പോൾ വിമർശിച്ച അതേ പാണക്കാട് തങ്ങളെ കാണാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ആളുകൾ പോവുകയാണ്. ഇപ്പോൾ LDF-നോട് എപ്പോഴും അനുഭാവം പുലർത്തി പോന്നിരുന്ന കൂറിലോസ് തിരുമേനി അദ്ദേഹം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും എന്ന് ഫേസ്ബുക്കിൽ എഴുതുകയാണ്. ഏത് CPM-നോട് എപ്പോഴും അനുഭാവത്തോടെ നിന്ന് പോന്നിരുന്ന ആളുകൾ
ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സത്യത്തിൽ നിങ്ങളുടെ പാർട്ടി ആ കാര്യത്തിൽ വെട്ടിലായി പോവുകയാണോ ചെയ്തത് മുസ്ലിം ലീഗിനെ ഇങ്ങനെ അവതരിപ്പിക്കാൻ ശ്രമിച്ച്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം ഉമ്മൻചാണ്ടിയും രമേശും പാണക്കാട് പോയത് തീവ്രവാദ എക്സ്ട്രീമിസ്റ്റ് ബന്ധങ്ങൾക്കാണെങ്കിൽ ഓർത്തഡോക്സ് തിരുമേനിമാർ പോയതും അതിനാണെന്ന് പറയേണ്ടി വരില്ലേ? അല്ല നിഷാദെ, അതിനുള്ള മറുപടി ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നത് എന്താ, ഇവിടെ ഒരു കമ്മ്യൂണൽ ഹാർമണി ഉണ്ട്. ഇപ്പോൾ വിവാഹത്തിനാണെങ്കിലും പിന്നെ ശവസംസ്കാരത്തിനാണെങ്കിലും അതൊന്നും അല്ലെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുക, പരസ്പര സ്നേഹം പങ്കുവയ്ക്കുക, ഭക്ഷണങ്ങൾ പങ്കുവയ്ക്കുക, ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ്. ഇവിടെ മതസൗഹാർദ്ദം എന്നുള്ള വാക്കിന് പോലും കാര്യമായ രീതി പ്രസക്തിയില്ല. കാരണം നമുക്ക് ആ വാക്കിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും ആ മൂഡിലാണ് ജീവിക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ. എൻ്റെ പ്രിയപ്പെട്ട ലീഗിൻ്റെ സുഹൃത്തിനോട് ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി BJP ആയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസ്. ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഫണ്ട് പിരിവിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു പരസ്യമായിട്ട് ആലപ്പുഴയിൽ. വിശദീകരണം ചോദിച്ച DCC പ്രസിഡന്റിനോട് മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാനതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള മറുപടി എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശബരിമല വിഷയത്തിൽ നിയമം ഉണ്ടാക്കണമെന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കത്ത് കൊടുത്തിരിക്കുന്നു. സുഹൃത്തെ, ഭരണഘടനാ ബെഞ്ചിൻ്റെ പിന്നെ 7 ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിലിരിക്കുന്നൊരു കേസ് തന്നെയുമല്ല സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചൊരു കേസിൻ്റെ എതിരെ ഒരു നിയമം പാസ്സാക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അത് ചെയ്യേണ്ടത് ആരാണ്? അത് ചെയ്യേണ്ട തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി മത്സരിക്കുന്ന BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അധിപനായ പ്രധാനമന്ത്രിക്കാണ് ആ കത്ത് കൊടുക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ ഒരു ഓർഡിനൻസിലൂടെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആ സുപ്രീം കോടതി വിധിക്കുക മറികടക്കാനായിട്ട് ഒരു നിയമം പാസ്സാക്കുക പാർലമെന്റിൽ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഹിന്ദുത്വ കാട് കളിക്കാനായിട്ട് ഇരിക്കുന്നത് ആരാ? ഞങ്ങളാണോ? കോൺഗ്രസ് അല്ലേ? നിങ്ങളിപ്പോൾ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിങ്ങനെ ഈ സമയത്ത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും കുറെ മത നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഇതുപോലെ വിഴുപ്പലക്കിയാൽ കേരളത്തിൽ പൊതുസമൂഹം വേണ്ട. പ്രിയപ്പെട്ട ഇസ്ലാം സഹോദരങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരാരും നിങ്ങളെപ്പോലെ വർഗീയ താണ്ഡവങ്ങൾക്കും വർഗീയ ഇരയ്ക്ക് മുമ്പിൽ കൊത്തിയെടുക്കുന്നവരല്ല. ഞങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ടറിയാം. സുഹൃത്തെ, നിങ്ങളുടെ മലപ്പുറത്തെ സീറ്റുകൾ പോലും നഷ്ടപ്പെടും. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. അത് ജനം മറന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സമാനതകളില്ലാത്ത മതേതരത്തിൻ്റെ ഒരു ബിംബമായ ശബരിമലയുടെ പേരിൽ കലാപം കഴിച്ചുവിട്ടവരെ പിന്തുണച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ സംസാരം നിങ്ങൾ മനസ്സിലാക്കണം. കോന്നിയിൽ ആരാ ജയിച്ചത്? അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളാ ജയിച്ചത്, CPM. കോന്നിയിലെ മനുഷ്യരെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിവരമില്ലാത്തവരാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശം പറഞ്ഞേ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ഇതൊന്നുമല്ല. നിങ്ങളുടെ ഹത്വ ഉന്നാവോ ബലാത്സംഗത്തിൽ മരിച്ച കുട്ടികളുടെ വീട്ടിലെ കുടുംബസഹായ നിധിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം വെട്ടിയിരിക്കുന്നു. നിങ്ങളുടെ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യം സ്വയം ഒന്ന് നന്നാൻ ശ്രമിക്കുക, എന്നിട്ടാട്ടെ വർഗീയയുടെ നമ്മുടെ ചർച്ചക്ക് പുറത്തുള്ള വിഷയമാണെങ്കിൽ കൂടി അതിന് മറുപടി പറയാൻ ഞാൻ അഷ്റഫ് അലിക്ക് സമയം തരാം. അതിനു മുൻപ് ശ്രീ മുഹമ്മദ് ഹനീഫ, നോക്കൂ, ഇതിനകത്ത് വിശ്വാസം, വൈകാരികത, മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വോട്ടിന് വിഷയമാക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ തോതിലുള്ള കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിന് അപകടം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നല്ലോ ശബരിമല കാലം. അതിപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരു സംഗതിയല്ല, കോടതി അതിന് പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത് UDF വലിയ തോതിൽ ചർച്ചയാക്കാൻ ഉള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് നമുക്കറിയാം എന്തുമാത്രം കുഴപ്പമുണ്ടാക്കാമെന്നാണ്. അതുമാത്രമല്ല, ഓൾറെഡി അതിൻ്റെ വൈകാരികത കഴിഞ്ഞുപോയ ഒന്നാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 2 തെരഞ്ഞെടുപ്പുകളെ കടന്നുപോയി, ഉപതെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ തദ്ദേശവും. അവിടെ ഒന്നും കാര്യമായ ഫാക്ടർ ആവാതിരുന്നൊരു സംഗതി വീണ്ടും ഈ ഉലയൂതി കൊണ്ടുവരുന്നത് നല്ല കാര്യമാണോ? തീർച്ചയായും അത് നല്ല കാര്യം മോശം കാര്യം എന്ന അർത്ഥത്തിലല്ലോ. ഒരു രാഷ്ട്രീയ പ്രശ്നം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയ്ക്ക് വരും. അതിനെ നമുക്ക് നല്ല കാര്യമോ മോശ കാര്യമോ എന്ന് വിലയിരുത്തില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ഈ ശബരിമലയിൽ ഒരു മൃദു ഹിന്ദുത്വ വോട്ടുകൾ CPMന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സിഫോളജിക്കൽ ഡാറ്റയാണ്. അതിനെ തിരിച്ചു പിടിക്കുക എന്നൊരു തന്ത്രം CPMൻ്റെ മുമ്പിലുണ്ട്, അതൊരാവശ്യമായി തന്നെ ഉണ്ട്. അതിലേക്കുള്ളൊരു നിലപാട് എന്ന നിലയിൽ ഈ പാർട്ടി ഇത്തരം ഒരു മുസ്ലിം ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, ഈ ഡോക്ടർ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചൊരു വിമർശനമുണ്ട്. ഈ കോൺഗ്രസിനെ ഒരു ഹിന്ദുത്വ ലൈറ്റ് ആയിട്ട് കാണരുത് എന്നൊരു സംഭവം. അത് പല സംസ്ഥാനങ്ങളിലും, കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്ന നിലപാടുകൾ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ ഒരു നിലപാട് പറയുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ CPMനോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, ഒരു രാഷ്ട്രീയ ഇക്വേഷൻ,
ഒരു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യുന്ന ചെയ്യുന്നതാകുമെന്ന് അവർ വിചാരിക്കട്ടെ ഒന്നായിരിക്കും. എന്നാണ്. മാത്രമല്ല സംഘപരിവാർ അത്ര ദുർബലമായ അവസ്ഥയിലാണ് എന്ന നിരീക്ഷണം എനിക്കില്ല. സംഘപരിവാർ കേരളത്തിലെ 33% ഹൈന്ദവരുടെ പിന്തുണയുള്ള ഒരു പാർട്ടിയാണ്. 1/3 ഹിന്ദുവിൻ്റെ പിന്തുണയുള്ള പാർട്ടിയാണ്. 16% വോട്ട് നേടിയ ഒരു പാർട്ടിയാണ്. ഒരു ഭാഗം തകർന്നു കിട്ടിയാൽ വരാൻ ഈസി ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഉമേഷ് ബാബു ഒരു പോയിന്റാണ്, അതായത് ശബരിമല വലിയ തോതിൽ ലെഫ്റ്റിന് പരിക്കേൽപ്പിച്ച ഒരു കാലമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല അവർ തോറ്റതെന്ന് നമുക്കറിയാം, എങ്കിലും കൂടി അതൊരു ഒരു ഘടകമായിട്ടുണ്ട്. അതിന് CPM ഈ തെരഞ്ഞെടുപ്പിലും ഈ പിണറായി വിജയൻ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല ആളുകൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവുമെന്ന് CPM പേടിക്കുന്നുണ്ടോ? അല്ല, അതല്ല, ഞാൻ ഈ ആദ്യം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസത്തോട് വസ്തുതാപരമായി ഒരു യോജിപ്പും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ അങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ ഒരു ടെംപ്ലേറ്റായി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 28-29% BJPക്കാർ വോട്ട് നേടി എത്ര മണ്ഡലങ്ങളുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതൊരു 3-4% വോട്ട് കൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റുകളൊക്കെ BJPയുടെ കയ്യിലിരിക്കും എന്നുള്ള കാര്യം UDFനെ പോലുള്ള കക്ഷിയുടെ നേതാക്കന്മാർക്ക് എന്താ മനസ്സിലാവാത്തത് എന്നുള്ളതാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഈ മുസ്ലിം കക്ഷികളൊക്കെ കുഴപ്പമാണ്. ഒരു മുസ്ലിം കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. പിന്നെ രണ്ടാമതായിട്ട് വലിയ വിവാദത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വെൽഫെയർ പാർട്ടി അടിസ്ഥാനപരമായിട്ടൊരു മുസ്ലിം പാർട്ടിയായി കരുതപ്പെടുന്നതാണ്. അപ്പോൾ ഈ മുസ്ലിം പാർട്ടികളൊക്കെ വലിയ കുഴപ്പമാണെന്ന് കൊണ്ടുവരുന്നതിൻ്റെ അകത്തൊരു ജോയിൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഈ പറയുന്ന നമ്മൾ വളരെ കരുതലോടെ, നിങ്ങൾ സെക്യുലറിസത്തിന് വേണ്ടിയിട്ടും കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്കിന് വേണ്ടിയിട്ടും അതിൻ്റെ പതിറ്റാണ്ടുകൾ പഴകിയ ഓർമ്മകളുടെ പുറത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ചരിത്രം എന്നുള്ളത് നമ്മുടെ ഒരു പാഠ്യ വിഷയമാണ്. പക്ഷേ വർത്തമാനം എന്നുള്ളത് ജീവിതത്തിൻ്റെ അഭേദ്യ ഭാഗമാണ്. അപ്പോൾ ചരിത്രത്തിൽ കേരളത്തിൻ്റെ മഹനീയമായ മതേതര പാരമ്പര്യം ഈ പ്രാസത്തിൽ ഉൾക്കൊള്ളാം. ഞാനൊന്ന് ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ബംഗാളിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യം, ബംഗാളിൽ എന്താണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചതിനെക്കുറിച്ച് UDF നേതാക്കന്മാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ബംഗാളിൽ എന്താണ് CPM, ഒരേ കാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ സംസ്ഥാനങ്ങളിൽ. ബംഗാളിലെ CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗാളിലെ CPMൻ്റെ എല്ലാ പ്രവർത്തനവും BJPക്ക് അനുകൂലമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ CPM ഉണ്ടാക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ പ്ലാറ്റ്ഫോമിനും ഒരു തരത്തിലുള്ള ആർക്കാണ് ഈ സന്ദേശം പോവുക? ഇസ്ലാം കക്ഷികൾ കുഴപ്പക്കാരാണെന്നുള്ള സന്ദേശം എങ്ങോട്ടാണ് പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് കൂടി അനുകൂലമായ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്കാണ് പോവുക. ഇങ്ങനൊരു കളി ഉന്നയിക്കപ്പെട്ടിരുന്നു. താങ്കൾക്ക് അതിന് മറുപടി പറയാൻ ഒരു അല്പം സമയമേ എൻ്റെ കയ്യിലുള്ളൂ, കാരണം അത് ഒഴിവാക്കുന്നത് അനീതിയായിരിക്കും തോന്നുന്നുകൊണ്ടാണ്. എനിക്ക് ചോദ്യം വ്യക്തമായില്ല. അല്ല അഷ്റഫ് അലി, ഇപ്പം നിങ്ങളുടെ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഇപ്പോൾ ഉന്നയിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ട സാമ്പത്തിക തട്ടിപ്പ് അത് ഉന്നയിച്ചു പോയി. അദ്ദേഹം ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. നിങ്ങൾക്ക് അതിനൊരു മറുപടി പറയാൻ വേണമെങ്കിൽ ഒരു അല്പസമയം. യെസ് തീർച്ചയായിട്ടും. നമുക്കറിയാം, കശ്മീരിലെ കട്ടുവയിൽ ആസിഫ എന്ന് പറയുന്ന കുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അതിൻ്റെ വളരെ ആ പ്രതികളെ കോടതിക്ക് മുൻപായി ഹാജരാക്കുകയും നിയമപരമായി പോരാട്ടം നടത്തുകയും ഇന്ദിരാ ജയ്സിംഗിനെ പോലെയൊക്കെയുള്ള വളരെ പ്രമുഖരായ അഭിഭാഷകരെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റ് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് അതിനെതിരെ അതിശക്തമായി പോരാട്ടം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗാണ്. ഇന്ന് വന്നിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ വളരെ ബേസ്ലെസ് ആണ്. യൂത്ത് ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വെറുതെ ജനങ്ങൾക്ക് മുന്നിൽ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ചില ആളുകളുടെ സമയമായി പോയി. നന്ദി അഷ്റഫ് അലി, ഉമേഷ് ബാബു, മുഹമ്മദ് ഹനീഫ, റജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പങ്കുവച്ചതിന്.